അന്തിമഹാകാളൻ കാവിൽ കതിന പൊട്ടിക്കുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റു കരാറുകാരൻ മരിച്ചു. അന്തിമഹാകാളൻ കാവ് തൃത്താല വീട്ടിൽ വേണുവാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 4-ന് രാവിലെ ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് വെടിവഴിപാടിനിടെയായിരുന്നു അപകടം. കതിന പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നുള്ള തീപ്പൊരി കതിന നിറയ്ക്കാൻ വെച്ചിരുന്ന കരിമരുന്നിലേക്ക് തെറിക്കുകയും സമീപത്ത് നിന്ന വേണുവിൻ്റെ വസ്ത്രത്തിലേക്ക് തീ പടരുകയുമായിരുന്നു. ഉടൻ ചേലക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പൊള്ളൽ സാരമായതിനാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് മരണം. ആഴിമലയിൽ സെൽഫി എടുക്കുന്നതിനിടെ കാൽ വഴുതി കടലിൽ വീണ യുവാവിന് ദാരുണാന്ത്യം. പത്തനംതിട്ട ഇടയാറന്മുള സ്വദേശി 45-കാരനായ അനീഷാണ് മരിച്ചത്. ഇന്ന് വൈകുന്നേരമാണ് അപകടം നടന്നത്. 17 പേരടങ്ങുന്ന തീർത്ഥാടന സംഘമാണ് ആഴിമലയിൽ എത്തിയത്. അവിടെ നിന്നും സെൽഫി എടുക്കുന്നതിനിടെ കാൽ വഴുതി അനീഷ് കടലിൽ വീഴുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചങ്ങനാശ്ശേരിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയും RSS നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. കാവാലം സ്വദേശി വിമൽമോൻ, തിരുവല്ല സ്വദേശി സിയാദ്, ഷാജി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെരഞ്ഞെടുപ്പ് ദിവസം രാത്രിയിലായിരുന്നു ചങ്ങനാശ്ശേരി നഗരമധ്യത്തിൽ പ്രതികൾ അക്രമം അഴിച്ചുവിട്ടത്. ബൈക്കിലെത്തിയ ഇവർ പടക്കം എറിഞ്ഞും വടിവാൾ വീശിയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘത്തെയും കോളേജ് അധികൃതരെയും തള്ളി പിതാവ് രാജൻ. പണത്തിന് മീതെയാണ് പലതും നടക്കുന്നതെന്നും നിലവിലെ പോലീസ് അന്വേഷണത്തിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കുറ്റക്കാരെ ശിക്ഷിക്കാൻ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോളേജിലെത്തി 1 മാസം മുതൽ നിതിൻ റാഗിങ്ങിനിരയായിരുന്നു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിച്ചില്ല. ടീഷർട്ട് ഊരിപ്പിക്കുകയും കുളിക്കാനും തുണിയലക്കാനും അനുവദിക്കാതെ മണിക്കൂറോളം കാത്തു നിർത്തുകയും ചെയ്യുമായിരുന്നു. HOD എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിതിനെ പുഴുത്തപട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. താൻ മുൻപ് ഒരു കൊല ചെയ്തിട്ടുണ്ടെന്നും വീണ്ടും അത് ചെയ്യിപ്പിക്കരുത് എന്നും HOD മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പിതാവ് ആരോപിച്ചു. കൊല്ലപ്പെട്ട വനംകൊള്ളക്കാരൻ വീരപ്പന്റെ ഭാര്യയും മകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ. കൃഷ്ണഗിരി നിയമസഭാ മണ്ഡലത്തിൽ തമിഴക വാഴുവാരുമി കക്ഷി സ്ഥാനാർത്ഥിയായി ഭാര്യ മുത്തുലക്ഷ്മിയും, മേട്ടൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായി മകൾ വിദ്യാറാണിയുമാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്.